കൊച്ചി പൊന്നൂരിനിയിൽ ദേശീയപാതയ്ക്ക് സമീപമുള്ള സർവീസ് റോഡിന് അടുത്താണ് ഈ ഒരു വാഹനം ഇന്നിപ്പോൾ മാലിന്യം തള്ളാൻ എത്തിയത്. ഇന്ന് പുലർച്ചയോടുകൂടി ഒരു രണ്ടുപേർ ഈ വാഹനം ഓടിച്ചു വന്ന് ഇതിൽ ഉണ്ടായിരുന്ന സെപ്റ്റിക് ടാങ്ക് മാലിന്യമാണെന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ വാഹനത്തിൽ എഴുതിയിരിക്കുന്നത് പ്രകാരം മനസ്സിലാകുന്നത്. അതിൻ്റെ മാലിന്യം തള്ളി എന്നാണ് നാട്ടുകാർ പറയുന്നത്. മാലിന്യം തള്ളിയ ശേഷം ഈ വാഹനം ഇവിടെ നിന്നും എടുത്തു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിൽ അതിൻ്റെ ടയർ ഈ ചെളിയിൽ പൂണ്ട് അത് വാഹനം ഇവിടെ നിന്ന് നീക്കാൻ സാധിച്ചില്ല. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നപ്പോൾ രാവിലെ ചെറിയ മഴയുണ്ടായിരുന്നു കൊച്ചി ഭാഗത്തിൽ. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്നും വാഹനം കൊണ്ടുപോകാൻ സാധിക്കാനായിരുന്നു രാവിലെ പ്രഭാത സവാരിക്ക് ഇറങ്ങിയ നാട്ടുകാരാണ് ഈ കാര്യം കാണുന്നത്. പക്ഷേ ഈ നാട്ടുകാർ കണ്ടതോടുകൂടിയാണ് ഈ വാഹനത്തിൻ്റെ ഡ്രൈവറും ക്ലീനറുമായിട്ടുള്ളവർ ഓടി രക്ഷപ്പെട്ടത്. ചേട്ടാ, നിങ്ങളാണോ ഇത് ആദ്യം കാണുന്നത്? ഞാൻ ഇവിടെ പ്രഭാത സവാരിക്ക് വരുന്ന ആളുകളാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനടക്കമുള്ള നടക്കാൻ പോയ ആൾക്കാരാണ് ഇത് ആദ്യം കണ്ടത്. അവരെന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എന്നെ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും അപ്പോൾ തന്നെ വരികയും വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ ഒരു വണ്ടി ഇത് ഒന്ന് ഇറങ്ങിപ്പോയി. ആ വണ്ടി കെട്ടിവലിക്കുന്ന ഒരു സീനാണ് കണ്ടത്. അവരപ്പോൾ തന്നെ കയറും അഴിച്ച് ആ കാറ് വിട്ട് അവർ ഓടി മറയുന്നതാണ് ഉണ്ടായത്. വണ്ടിയിലുണ്ടായിരുന്ന ഡ്രൈവറും ഗളികളും അപ്പോൾ തന്നെ ഓടി മറയുകയാണ് ഉണ്ടായത്. ഇത് നമ്മുടെ ഈ പ്രദേശത്ത് ഇത് വർഷങ്ങളായി ഇവിടെ ഇത് ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ ഹൈവേയുടെ മേളിലും അതുപോലെ തന്നെ താഴത്തും കൊണ്ടുവന്ന് ഇറക്കി കാണയിൽ ഈ കക്കൂസ് മാലിന്യം ഒഴുകി നേരെ അപ്പുറത്തെ പുഞ്ചത്തോടും കരിയത്തോടും പോലുള്ള തോടുകളിലേക്ക് ഒഴുകി വന്ന് നേരെ പുഴയിലേക്ക് പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. ഏതായാലും ഈ വാഹനം ഇപ്പോൾ ഇവിടെ തന്നെ കിടക്കുകയാണ്. ഇതിൻ്റെ ഡ്രൈവറോ ക്ലീനറോ ഒന്നും ഇവിടേക്ക് എത്തിയിട്ടില്ല ഇത് കൊണ്ടുപോകാനായിട്ടുള്ള. നമുക്കറിയാം, പൊന്നൂരിനി അതിൻ്റെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ഏറെ വാർത്തകളെല്ലാം ഇടം പിടിച്ച സ്ഥലമാണ്. ചേട്ടാ, നിങ്ങളുടെ കൗൺസിലർ കൂടിയാണ്. ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു മാലിന്യം തള്ളുന്ന പ്രശ്നമുണ്ടോ? സ്ഥിരമായിട്ടല്ല, ഇടയ്ക്ക് ഇങ്ങനെയുള്ള പരാതികൾ പ്രദേശത്തുള്ള വ്യാപാരി സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ നമ്മളോട് പറയാറുണ്ട്. കോർപ്പറേഷൻ്റെ ഹെൽത്ത് വിഭാഗം അതുപോലെ തന്നെ പോലീസും പ്രദേശവാസികളൊക്കെ ഇതിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇന്നാണ് ഇത് കയ്യോടെ പിടിക്കുന്നൊരു അവസ്ഥ ഉണ്ടായത്. അപ്പോൾ കോർപ്പറേഷൻ്റെ ഹെൽത്ത് വിഭാഗം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസിന് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആളുകളുണ്ടായിരുന്നു. അവർ രാത്രി പോകുന്ന അവരും ഉണ്ടായിരുന്നു. കൂടാതെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ വന്നിട്ടുണ്ട്. അപ്പോൾ FIR നടപടികളിലേക്ക് നിയമ നടപടിയിലേക്ക് നീങ്ങിയാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഏതായാലും വാഹനം ഇവിടെ തന്നെ തുടരുകയാണ്. ഇപ്പോൾ പോലീസ് അടക്കമെത്തി. ഇപ്പോൾ ആരോഗ്യ വിഭാഗം, നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മറ്റു മേൽനടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരത്തമ്പാട്ടുകാവിനൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.